നിങ്ങൾ ഞായറാഴ്ച ആരാധനയ്ക്ക് ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് പോകുന്നവരാണെങ്കിൽ അകത്തൊരിക്കലും ബലം കാണത്തില്ല. Why many Christians are spiritually weak even though they go to church? സഭയിൽ എല്ലാ ആഴ്ചയും വരുന്നുണ്ട്, എല്ലാ കൂട്ടായ്മകളിലും പങ്കെടുക്കുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ട് നമ്മൾ ആത്മീയമായി ബലഹീനരായിരിക്കുന്നു? ഈ ഒരു ചോദ്യം നമുക്കൊന്ന് അഡ്രസ്സ് ചെയ്തേ പറ്റൂ. ഇന്നത്തെ ഏറ്റവും വലിയൊരു ദുരന്തം എന്തെന്ന് പറഞ്ഞാൽ, ഈ തലമുറയിൽ അനേകർ പുറമേ നല്ല, ദേ ലുക്ക് വെരി സ്ട്രോങ് ഫിസിക്കലി ഔട്ട്സൈഡ്. പുറമേ നോക്കുമ്പോൾ ഒരു കുഴപ്പമില്ല, നല്ല ആരോഗ്യമുണ്ട്. സൗണ്ട് വെരി റിലീജിയസ്ലി ഔട്ട്വേർഡ്ലി, പുറമേ നല്ല ആത്മീയരായിട്ട് കാണപ്പെടുന്നു. അറ്റൻഡ് ചർച്ച് ആക്ടിവിറ്റീസ് റെഗുലർലി, എല്ലാ കൂട്ടായ്മകളും സഭയുടെ എന്ത് കാര്യം ഉണ്ടെങ്കിലും അവിടെ ഉണ്ടായിരിക്കും. ബട്ട് എറ്റ് ദേ ആർ എക്സ്ട്രീംലി വെരി വീക്ക് സ്പിരിച്വലി. ആത്മീയമായിട്ട് വളരെ തളർന്നവരാണ്, ക്ഷീണിതരാണ്. ഞാനിങ്ങനെ രാവിലെ പറയായിരുന്നു, മെനി ഓഫ് us നോ ചർച്ച് ലാംഗ്വേജ്. നമുക്കൊരു പത്രഭാഷ, സാഹിത്യഭാഷ, ഉപദേശി മലയാളം എന്നൊക്കെ പറയുന്ന പോലെ നമുക്ക് ചർച്ച് ലാംഗ്വേജ് നന്നായിട്ട് അറിയാം. ശരിയല്ലേ? നമ്മളിപ്പോൾ രണ്ടുപേരെ കണ്ടാൽ, നിങ്ങളിപ്പം ഇവിടെ കണ്ടാൽ, പ്രത്യേകിച്ച് ഞാൻ രാവിലെ പറയാം, ചെറുപ്പക്കാരെ പ്രൈസ് ലോർഡ് അങ്കിൾ. അപ്പം ഞാൻ പറഞ്ഞ, നാളെ നിങ്ങൾ എന്നെ ലൂലു വെച്ച് കണ്ടാലും പ്രൈസ് ലോർഡ് അങ്കിൾ എന്നവിടെ ഉറക്കെ പറയുമോ? പാരഗണി വെച്ച് കണ്ടാലോ? അതല്ല, PVR സിനിമയെ വെച്ച് കണ്ടാലോ? ആരും തെറ്റിദ്ധരിക്കരുത്. ചർച്ച് ലാംഗ്വേജ്, നമുക്കൊരു ലാംഗ്വേജ് ഉണ്ട്, അത് എന്നുള്ള സ്തോത്രം, സുഖമായിരിക്കുന്നുവോ അല്ലേ? അതൊരു ശൈലിയാണ്, ഒരു ചർച്ച് ലാംഗ്വേജ്. വി നോ വർഷിപ്പ് സോങ്സ്, നമുക്ക് നല്ലവണ്ണം പാട്ട് നന്നായിട്ട്, നമ്മൾ ആരാധനാ ഗീതങ്ങളെല്ലാം നമുക്ക് പാടാനറിയാം. വി നോ ദ റിലീജിയസ് റുട്ടീൻസ്, നമുക്ക് ചില ചടങ്ങുകളുണ്ട്, അതും നമ്മൾ നന്നായിട്ട് നമ്മൾ ചെയ്യും. ഈവൻ വി ക്യാൻ കോട്ട് സ്ക്രിപ്റ്റേഴ്സ്. ഒരു വാക്യത്തിൻ്റെ ആദ്യം പറഞ്ഞാൽ ആദ്യം ബാക്കി നിങ്ങൾ പൂരിപ്പിക്കും. പക്ഷേ വെൻ ടെംപ്റ്റേഷൻ കംസ്, ഒരു പ്രലോഭനമോ പരീക്ഷയോ വരുമ്പോൾ, വെൻ പ്രഷർ കംസ്, ഒരു വലിയ സമ്മർദ്ദം വരുമ്പോൾ, ഫിയർ കംസ്, വലിയ ഭയം വരുമ്പോൾ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു സ്പിരിച്വൽ ബാറ്റിൽസ്, ഒരു ആത്മീയ യുദ്ധം പെട്ടെന്ന് തുടങ്ങിയാൽ, ദേ കൊളാപ്സ് ഈസിലി, പെട്ടെന്ന് തകർന്നു വീഴുന്നു. അപ്പം പാട്ടും പോയി, ബാക്കിയെല്ലാം പോയി. ഇതെല്ലാം എന്താണ്? ഈ വെച്ചുകെട്ട് മാത്രമേ ഉള്ളായിരുന്നു. ശരിക്കും നിന്ന നിപ്പിൽ ഒരു എന്താ പറഞ്ഞ ഒരു അസുഖം, അതും ഡോക്ടേഴ്സ് കൈവിടുന്ന തരത്തിലുള്ളൊരു അസുഖം ആണെന്ന് പെട്ടെന്ന് അറിഞ്ഞാൽ നിങ്ങൾ പിടിച്ചിരിക്കുമോ? സ്തോത്രം, ക്രിസ്തു യേശുവിൽ എന്നെ ജയോത്സവമായി നാൾതോറും നടത്തുന്ന ദൈവത്തിന് സ്തോത്രം എന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് കൈയും പൊക്കി നിങ്ങൾ സ്തോത്രം പറയുമോ? എനിക്കറിയാം ഒത്തിരി പേര് പെട്ടെന്ന് തകർന്നു പോകുന്നു. ഇവിടെയാണ് ഇതൊരു വലിയ അപകടകരമായ ഒരവസ്ഥ. എന്താണെന്നറിയാമോ? ഒരു വിശ്വാസി സ്പിരിച്വൽ വീക്ക്നെസ് എന്ന് പറയുന്നത് ഇറ്റ് എൻറ്റേഴ്സ് വെരി ക്വയറ്റ്ലി. അത് പെട്ടെന്ന് ഈ വീക്ക്നെസ് പുറത്ത് വിസിബിൾ ആയിരിക്കത്തില്ല ഇമ്മീഡിയറ്റ്ലി. പെട്ടെന്ന് പുറത്ത് നമ്മൾ കാണത്തില്ല. വളരെ സാവധാനത്തിൽ നമ്മുടെ അകത്തേക്ക് ഈ ബലഹീനത കയറി വ്യാപിച്ച് അകം മൊത്തം ബലഹീനപ്പെടും. പെട്ടെന്ന് ഇത് പുറത്ത് കാണുമ്പോഴാണ് നമ്മൾ ഞെട്ടുന്നത്. ചില അസുഖങ്ങളും അങ്ങനെയല്ലേ, പുറത്തൊരു സിംറ്റമും ഇല്ലായിരുന്നു, പക്ഷെ പെട്ടെന്ന് അകത്ത് 4th സ്റ്റേജായി, അറിഞ്ഞേയില്ല. പുറത്ത് വന്നപ്പോഴാണ് അറിഞ്ഞത്. പെറ്റ് സ്കാനിലാണ് കണ്ടത്, അയ്യോ അത് സെക്കൻഡറീസായി, ഇനി ഒന്നുമില്ല, പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ, പ്രോഗ്നോസിസ് ഈസ് വെരി ബാഡ് എന്ന് ഡോക്ടേഴ്സ് അങ്ങ് പറയും. അപ്പോൾ എന്ത് ചെയ്യും? ഇതുപോലാണ് ആത്മീയമായ ബലഹീനതയും. നമ്മളറിയാതെ നമ്മളെ കടന്നു പിടിക്കും. പുറമേ ഒരു സിംറ്റവും ആദ്യം കാണത്തില്ല, പുറമേ എല്ലാം നന്നായിട്ടിരിക്കും, പക്ഷെ പെട്ടെന്ന് അത് നമ്മളെ അടിപ്പെടുത്തും, അല്ലെങ്കിൽ നമ്മൾ വീണു പോകുന്നുള്ള കാര്യം മറക്കരുത്. ചില സ്റ്റേറ്റ്മെൻറ്റ്സ് ഞാൻ പറയാം, തെറ്റിദ്ധരിക്കരുത്. എ സ്പിരിച്വലി വീക്ക് ബിലീവർ മേ സ്റ്റിൽ സിങ് ഇൻ ദ കൊയർ. അതായത് ആത്മീയമായി ക്ഷീണിതനായിരിക്കുന്ന ഒരാളും പാട്ട് പാടും. എ സ്പിരിച്വലി വീക്ക് ബിലീവർ ക്യാൻ സ്റ്റിൽ പ്രീച്ച്. അതാണ് അടുത്ത പ്രശ്നം. അകത്തൊന്നും ഇല്ലാതിരിക്കുമ്പോഴും നല്ല തകർത്ത് പ്രസംഗിക്കാൻ കഴിയും. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, അത് നടക്കുമോ? നടക്കും. എ സ്പിരിച്വലി വീക്ക് ബിലീവർ ക്യാൻ സ്റ്റിൽ
പോസ്റ്റ് സ്ക്രിപ്റ്റേഴ്സ് ഓൺലൈൻ. നിങ്ങളിപ്പോഴും രാവിലെ എത്ര പേർക്ക് ഫോർവേഡ് ചെയ്തിട്ടായിരിക്കുന്നത്? നിങ്ങൾ ചിലരൊക്കെ വളരെ ആത്മാർത്ഥമായിട്ട് പാസ്റ്റർക്ക് രാവിലെ വാക്യം അയച്ചു തരും. ഇനി ഞാൻ സത്യം പറഞ്ഞേക്കട്ടെ, ഞാൻ തുറന്നു പോലും നോക്കാറില്ല. എന്തിനാ വെറുതെ? പണ്ടൊക്കെയാണെങ്കിൽ പൈസ കൊടുത്ത് വേണം ഓരോന്ന് അയക്കാൻ. ഇപ്പം പിന്നെ എല്ലാം ഫ്രീ അല്ലേ അല്ലേ? നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ വെച്ചടിച്ചിട്ടൊന്നും കാര്യമില്ല പ്രിയപ്പെട്ടവരെ. നമ്മൾ 100 പേർക്ക് ഞാൻ വാക്യം രാവിലെ അയച്ചാലും അകത്ത് ഞാൻ ക്ഷീണിച്ചിരിക്കും. എ സ്പിരിച്വലി വീക്ക് ബിലീവർ മേ സ്റ്റിൽ ലുക്ക് ആക്റ്റീവ് ഇൻ ചർച്ച്. ഇതാണ് വലിയ അപകടം. അകത്ത് ഞാൻ വീക്കായിരിക്കുമ്പോഴും ഐ വിൽ ബി വെരി ആക്റ്റീവ് ഇൻ ദ ചർച്ച്. ചർച്ചിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അവിടെ മുന്നിൽ കാണും. ഇവിടെ എല്ലാ കാര്യത്തിനും ഉൾപ്പെട്ടിരിക്കുന്നവരെന്ന് കൈപോക്കിക്ക്. എപ്പോഴും ചർച്ചിൽ അങ്ങനെ ഒരു കൂട്ടർ കാണും. എല്ലാത്തിനും എന്ത് യു നെയിം ഇറ്റ് ദേ അതേ അല്ലേ? പക്ഷേ അകത്ത് വീക്കായിരിക്കാം. ചിലപ്പോൾ എല്ലാത്തിനും ഓടി എല്ലാത്തിനും മുന്നിൽ നിൽക്കുന്നു. എല്ലാവരും ചിലപ്പം ആ ആളെ ആയിരിക്കും വിളിക്കുന്നത്. പക്ഷേ ഒന്നോർത്തോണം, ഇൻവേർട്ട്ലി അകത്ത് ദേ മേ ബി സ്ട്രഗ്ലിങ് ടു സ്റ്റാൻഡ്. അവരകത്ത് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരിക്കും. അവർ പിടിച്ചു നിൽക്കാൻ അവർ ബന്ധപ്പെടുന്നുണ്ടായിരിക്കും. കാര്യം പുറമെ എല്ലാത്തിലും ഉണ്ട്, പക്ഷേ അകത്ത് അവർ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരിക്കും. ഇവിടെ ശ്രദ്ധിക്കണം, ഇതിനകത്തുള്ള അപകടം ഈ അകത്ത് ഞാൻ സ്ട്രോങ് അല്ല, അകത്ത് ഐ എം വീക്ക് എന്നുള്ളത് പുറത്ത് വരുന്ന എപ്പോഴാണെന്നറിയാമോ? അണ്ടിൽ ദേ ബിഗിൻ ടു ഫോൾ ഇൻ ടു കോംപ്രമൈസ്. കാര്യങ്ങൾ കോംപ്രമൈസ് ചെയ്യാൻ തുടങ്ങുമ്പം, അതായത് വചനപ്രകാരമല്ലാതെ ചില ഇടപാടുകൾ ഞാൻ തുടങ്ങും. കള്ളം പറയരുതാത്ത ഒരു സ്ഥാനത്ത് ഞാൻ കള്ളം അങ്ങ് പറയും. അപ്പം അകത്തറിയാം, അയ്യോ ഞാനിതൊരിക്കലും കള്ളം പറയാൻ പാടില്ല, ഞാനൊരു ദൈവവേദന, ഞാനിങ്ങനെ ചെയ്യാൻ പാടില്ല. ഒരു കള്ളത്തരത്തിലൊരു കാര്യം ഒപ്പിട്ടു, അല്ലെങ്കിൽ കള്ളത്തരത്തിലൊരു കാര്യം നേടിയെടുത്തു, കോംപ്രമൈസ് ചെയ്തു, അതല്ലേ? അതേസമയത്ത് ഒരു സ്ട്രോങ് ബിലീവർ ആണെങ്കിൽ, അകത്ത് എൻ്റെ അകമനുഷ്യൻ സ്ട്രോങ് ആണെങ്കിൽ, ഇല്ല, ദാനിയേലിനെ പോലെ പറയും, ഇല്ല രാജാവേ അതൊക്കെ അവിടെ വെച്ചോ, എനിക്കിങ്ങോട്ട് ഞങ്ങൾക്ക് വേണ്ട. ചുറ്റുമുള്ള എല്ലാവരും കമന്ന് വീണ് ആ ബിംബത്തെ ആരാധിക്കട്ടെ, ഞങ്ങൾ വീഴത്തില്ല. ഇന്ന് നമ്മൾ എത്രയോ ബിംബങ്ങളുടെ മുമ്പിൽ 6 ദിവസവും വീണിട്ടാണ് 7-ാം ദിവസം വീണ്ടും നമ്മൾ വലിയ കൈയും പൊക്കി നമ്മൾ ആരാധിക്കുന്നത്. കോംപ്രമൈസ്, അതാണ് ഒരു ലക്ഷണം. അടുത്തത് കൺഫ്യൂഷൻ. ഇന്നത്തെ ആത്മീയ മണ്ഡലമല്ലല്ലോ, നല്ല വാക്ക്, ആത്മീയ ഭാഷ, ആത്മീയ ഗോളം. ആത്മീയ ഗോളത്തിലെ വാർത്തകളൊക്കെ നിങ്ങൾക്ക് ഇപ്പം എന്താ സോഷ്യൽ മീഡിയയിൽ എന്തൊക്കെയാണ് തർക്കം, എന്തൊക്കെ കൺഫ്യൂഷനാണ്. ആഭരണം ഇടാമോ, ഇടാൻ പാടില്ലേ, എന്തോ. എന്നോട് പലരും ചോദിച്ചു, പാസ്റ്റർ എന്താ അതിനെപ്പറ്റിയൊന്നും പറയാത്തത്? ഞാൻ പറഞ്ഞു, എനിക്കത് വിഷയമല്ല. 40 വർഷം മുമ്പ്, അല്ല 30 വർഷം മുമ്പേ ഇതൊക്കെ നമ്മൾ തീരുമാനിച്ച കാര്യമാണ്. ഈ ചർച്ച തുടങ്ങിയിട്ട് ഈ സെപ്റ്റംബർ 8 ആകുമ്പം 30 വർഷമായി. ഇന്നൊന്നുമല്ല, ഇവിടെ ന്യൂജൻ ചർച്ചൊന്നും അല്ല കേട്ടോ. ഇത് 30 വർഷം മുമ്പ് തുടങ്ങിയപ്പം ആഭരണ വിഷയത്തിൽ ഒരു തീരുമാനമായിട്ടാണ് തുടങ്ങിയത്. ഇതിനകത്ത് ആഭരണം ഇട്ടവരും ഉണ്ട്, ഇടാത്തവരും ഉണ്ട്. ആഭരണം ഇട്ടവർ ഇടാത്തവരെ ഇടിയിപ്പിച്ചുമില്ല, ആഭരണം ഇടാത്തവരെ ഇടിയിപ്പിച്ചിട്ടുമില്ല. അതിൻ്റെ അർത്ഥം നിങ്ങളുടെ ഡ്രസ് കോഡ് കൊണ്ട് അന്യോന്യം നിങ്ങൾക്ക് ആരെയും എന്ത് ചെയ്യാൻ പറ്റിയില്ല, ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. നിങ്ങളുടെ ജീവിതം കൊണ്ട് അന്യോന്യം ഇൻഫ്ലുവൻസ് ചെയ്യേണ്ടി, അല്ല നിങ്ങളുടെ ഡ്രസ് കോഡല്ല. ഞാൻ തൻ്റെ ഇടത്തോടെ പറയുന്നത്. ഞാൻ കഴിഞ്ഞ ആഴ്ച UK യിലായിരുന്നപ്പം ഞങ്ങൾ താമസിച്ച വീട്ടിലെ സൗകര്യം എന്നോട് പറയായിരുന്നു, അച്ഛാ എന്നെ 2004 തോന്നുന്നു എന്നെ സ്നാനപ്പെടുത്തിയപ്പം അവളൊരു മർദ്ദമ കുടുംബത്തിൽ നിന്ന് ഇവിടെ ജോലിക്ക് വന്ന UST ഗ്ലോബലിൽ. അപ്പോൾ അന്ന് അച്ഛൻ എന്നെ സ്നാനപ്പെടുത്തിയപ്പോൾ ഞാൻ എൻ്റെ മാലയോടുകൂടിയാണ് സ്നാനപ്പെട്ടെ. പക്ഷേ ഈ 22 വർഷമായി എനിക്കൊരു കുറവും ഒരു ദോഷവും വന്നില്ല. ഞാൻ കർത്താവിനെ സേവിച്ച് കുടുംബമായിട്ട് അവർ വളരെ പ്രയോജനപ്പെടുന്നു കർത്താവിൻ്റെ വേലയിലും. അതൊരു വിഷയമായിട്ട് എനിക്ക് അന്നും ഇന്നും തോന്നിയില്ല. ഈ സോഷ്യൽ മീഡിയയിൽ ഇതൊക്കെ കാണുമ്പോൾ എനിക്കും ചിരിയാണ് വരുന്നത്. എന്താണ് ഇതൊക്കെ വലിയ വിഷയങ്ങൾ? കൺഫ്യൂഷൻ, അതാണ് ഞാൻ പറഞ്ഞത്, കൺഫ്യൂഷൻ. ഇഫ് യു ആർ നോട്ട് സ്പിരിച്വലി സ്ട്രോങ് യു വിൽ ബി കൺഫ്യൂസ്ഡ് ഓൾ ദ ടൈം. ഇന്നും ആരെങ്കിലും എന്തെങ്കിലും വിഷയത്തിൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണെങ്കിൽ ഒറ്റ കാരണമേ ഉള്ളൂ, യു ആർ നോട്ട് സ്പിരിച്വലി സ്ട്രോങ്. ആത്മീയമായിട്ട് ശക്തിപ്പെടുക, ബലപ്പെടുക പ്രിയപ്പെട്ടവരെ. ഇതൊന്നുമല്ല, ഈ പുറമേയുള്ള കാര്യമൊന്നുമല്ല വിഷയം, അല്ലേ? ലെറ്റ്സ് നോട്ട് മൈനർ ഓൺ മേജേഴ്സ് ആൻഡ് മേജർ ഓൺ മൈനേഴ്സ്. ഇന്ന് അതാണ് ഞാൻ കാണുന്നത്. മൈനർ കാര്യത്തെ അങ്ങ് മേജറാക്കും. മേജർ കാര്യമാണ് സ്നേഹിക്കുക, ക്ഷമിക്കുക, വിശുദ്ധിയിൽ ജീവിക്കുക, അതൊക്കെയാണ് മേജർ കാര്യം. അതൊക്കെ മൈനർ. മാല ഊരുക, അതൊരു മൈനർ കാര്യം, അതങ്ങ് മേജറാണ്.
ലെറ്റ്സ് നോട്ട് മൈനർ ഓൺ മേജേഴ്സ് ആൻഡ് മേജർ ഓൺ മൈനേഴ്സ്. ഇനി കൺഫ്യൂഷൻ മാത്രമല്ല, പ്രയർലെസ്നെസ്, പ്രാർത്ഥനാരാഹിത്യം, അല്ലേ? ഇതൊക്കെ വരുമ്പോഴാണ് നമ്മൾ കാണാലിറ്റി, ജഡീകത. പെട്ടെന്ന് ആത്മീയനാണെന്ന് പുറമേ ഒരു യൂണിഫോം ഇട്ടിട്ടുണ്ട്, പക്ഷേ അകത്തെന്താണ്? ജഡീകത. നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് ഈ ജഡീകത പുറത്തു വരും. അല്ലെങ്കിൽ അടുത്ത വാക്ക് ഇമോഷണൽ ഇൻസ്റ്റബിലിറ്റി. വൈകാരികമായി എനിക്കൊരു ഇൻസ്റ്റബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഉറപ്പും ഇല്ല. അതിൻ്റെ അർത്ഥം ഇവിടെ വലിയ ആത്മീയമായിട്ട് 3 അല്ലേലിയും പറഞ്ഞിട്ട് താഴോട്ട് പോയിട്ട് താഴെ ചെന്ന് ഓട്ടോറിക്ഷക്കാരൻ്റെ അടുത്ത് വഴക്കിടുകയും ചീത്ത വിളിക്കുകയും ചെയ്യുകയാണെങ്കിൽ അവിടെ ഇങ്ങനെ സെക്യൂരിറ്റി എടുത്ത് തട്ടിക്കയറുകയും അവിടെ ചെന്ന് പറഞ്ഞ് താഴെ കുന്നിലാത്മീയന്മാർ ചെന്ന് വഴക്കുണ്ടാക്കുകയും, അല്ലേ ഈ പറഞ്ഞ പോലെ വണ്ടി ഓടിച്ചങ്ങോട്ട് ചെന്നപ്പോൾ ഒരുത്തൻ കുറുകെ ചാടിയപ്പം നിർത്തി 2 തെറി പറഞ്ഞെങ്കിൽ എന്താണ്? നിങ്ങൾ ഇമോഷണൽ ഇൻസ്റ്റബിലിറ്റി പുറത്ത് കണ്ട്. എന്താ അത് കാണിച്ചത്? ഇവിടെ ഈ പറഞ്ഞ പോലെ തിരുവത്താഴാപ്പമൊന്നെടുത്താവൻ എന്നൊക്കെ പറഞ്ഞ് എന്ത് കണ്ണീരോടുകൂടി അപ്പം മേടിച്ചതും പാനമാത്രം എടുത്ത് ചുണ്ടോട് അടുപ്പിച്ചതും. പക്ഷെ അങ്ങോട്ട് ചെന്നപ്പം കുറുകെ ചാടിയവനെ വണ്ടി നിർത്തി തെറി പറഞ്ഞെങ്കിൽ നിങ്ങളുടെ കാണാലിറ്റി, നിങ്ങളുടെ ജഡീകത അകത്ത് കിടപ്പുണ്ടായിരുന്നു. അപ്പം നിങ്ങളിവിടെ കാണിച്ചേക്ക് എന്തായിരുന്നു? ഞാനതൊക്കെ അങ്ങ് തുറന്നു പറയും പ്രിയപ്പെട്ടവരെ. ഇനി ഇൻസ്റ്റബിലിറ്റി മാത്രമല്ല, ആൻഡ് സ്പിരിച്വൽ ഡിഫീറ്റ്. ആത്മീയമായിട്ട് പലപ്പോഴും നമ്മൾ തോറ്റു പോകുന്നു പ്രിയപ്പെട്ടവരെ. തോറ്റ് മുന്നേറുന്നവരുടെ കൂട്ടമല്ല, ജയിച്ചു മുന്നേറുന്നവരുടെ കൂട്ടമാണ് ദൈവസഭ. എത്ര പേര് അതിന് രാമയും പറയും? എനിക്ക് പിന്നെ അങ്ങനെ ഒരു ഗുണമുണ്ട്. അത് UK-യിലായാലും ശരി, ഇവിടെ ആയാലും ശരി, ആരും ഒരു ആമയും പറയത്തില്ല. അതുകൊണ്ട് എനിക്ക് ഗുണമുണ്ട്. എന്താണ്? എനിക്ക് അൺഇൻറ്ററപ്റ്റഡായിട്ട് പ്രസംഗിച്ചു പോവാം. ചിലയിടത്തൊക്കെ നമ്മൾ പ്രസംഗം ചെല്ലുമ്പോൾ എല്ലാവരും കൂടെ കയ്യടി തുടങ്ങും. പിന്നെ ഞാൻ കൈയടി നിർത്തി, ഒന്ന് നമുക്കിത് അവസാനം കൈയടിക്കാം, ഇപ്പോൾ ഈ വചനം ഒന്ന് കേൾക്ക്. അത് പിശാചിൻ്റെ വേറെ തന്ത്രമാണ്. നമ്മൾ ഈ വചനം പറയാൻ വിടാതെ എല്ലാവരും കൂടെ അങ്ങ്. ഞാനതുകൊണ്ടാണ് പറഞ്ഞത്, ഇവിടെ അങ്ങനെ കൈയടിപ്പിച്ച് ശീലിക്കാത്തതിനായിട്ട് സ്തോത്രം. ഇനി നിങ്ങൾ കൈയടിച്ച് കളയരുത്. ഈ പ്രസംഗിക്കുമ്പം വചനം കേൾക്കണം. ഒരുമിച്ച് നമ്മൾ ആരാധിക്കുമ്പോൾ നമ്മൾ കൈയടിച്ചോ, എന്ത് വേണമെങ്കിലും ചെയ്തോ, ഒരു കുഴപ്പമില്ല. ബട്ട് ദിസ് ഇസ് എ ടൈം ടു ഹിയർ ദ വേർഡ് ഓഫ് ഗോഡ്. നമ്മുടെ എസ്രാ ശാസ്ത്രിയുടെ കാലത്തും ഒക്കെ നമ്മൾ വായിക്കുന്നത്, എഴുന്നേറ്റൊരു പീഠത്തിൽ ചുരുൾ നിവർത്തി വായിച്ചപ്പോൾ എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കേട്ടു. വായിച്ച ആ പുസ്തകം മടക്കിയപ്പോൾ എല്ലാവരും നെടുമ്പാട് വീണ് പാപങ്ങൾ ഏറ്റുപറഞ്ഞവരെന്ത് ചെയ്തു? അനുതപിച്ചു കരഞ്ഞു. ഇന്ന് നമുക്ക് അനുതാപവും കരച്ചിലും ദൈവവചനം കേൾക്കുമ്പോൾ ഇല്ല. കാര്യം ഈ അനുതാപത്തിനും കരച്ചിലിനും ഉതകുന്ന ഒരു ദൈവവചനം അല്ല നമ്മളിന്ന് കേൾക്കുന്നത്. ഞാൻ അതിലേക്ക് വരാം താഴേക്ക്. എന്തുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് വിശ്വാസികൾ സ്പിരിച്വലി വീക്ക്, അല്ലെങ്കിൽ ആത്മീയമായിട്ട് നമ്മൾ എന്തുകൊണ്ട് ഇങ്ങനെ ക്ഷീണിക്കുന്നു അല്ലെങ്കിൽ ബലഹീനരാണെന്ന് ചോദിച്ചാൽ, ഒന്നാമത്തെ കാരണം, റീസൺ നമ്പർ 1, ഇറ്റ്സ് എ ലാക്ക് ഓഫ് കൺസിസ്റ്റൻറ്റ് ഇൻറ്റിമസി വിത്ത് ഗോഡ്. ദൈവത്തോട് നിരന്തരമുള്ള ഒരു സംസർഗവും അടുപ്പവും ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ആത്മീയമായി നമ്മൾ ബലഹീനരാകുന്നത്. അതിന് വേണമെങ്കിൽ ഒരു ആമയും പറഞ്ഞോ. ആമയും പറയാനുള്ള ബലം പോലും ഇല്ല. അകത്തെ ബലം പോട്ട്. പലരുടെയും ഷുഗറൊക്കെ കുറഞ്ഞു ഇപ്പോഴേ, അല്ലേ? അപ്പോൾ ഇൻകൺസിസ്റ്റൻറ്റ് ഇൻറ്റിമസി വിത്ത് ഗോഡ്, ആ പദം ശ്രദ്ധിക്കും. മലയാളത്തിൽ അതെങ്ങനെ പറഞ്ഞാൽ, ഇൻകൺസിസ്റ്റൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു തുടർമാനമായ ഒരു ബന്ധമല്ല എനിക്കുള്ളത്. എനിക്കിങ്ങനെ അസ്ഥിരമായ, അതെ, അതും ശരിയാണ്, ഒരു ഇൻറ്റിമസിയാണ്. അതാണ് ഇങ്ങനെ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. മെനി ബിലീവേഴ്സ് വിസിറ്റ് ഗോഡ് ഒക്കേഷണലി ഇൻസ്റ്റെഡ് ഓഫ് വാക്കിംഗ് വിത്ത് ഹിം ഡെയിലി. അനുദിനം കർത്താവിനോടൊപ്പം ചേർന്ന് നടക്കാനാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. പക്ഷേ നമ്മൾ പലപ്പോഴും ഈ വാക്കിംഗ് വിത്ത് ഹിം ഡെയിലി അല്ല, വി വിസിറ്റ് ഹിം ഒക്കേഷണലി. ഇപ്പം തന്നെ ഞായറാഴ്ച രാവിലെ നിങ്ങൾ എന്താണ്, നിങ്ങൾ ഹൗസ് ഓഫ് പ്രെയർ ഒന്ന് വിസിറ്റ് ചെയ്ത് കർത്താവിനെയും കാണാം, പിന്നെ എല്ലാവരെയും കാണാം, അല്ലേ? നമുക്ക് എന്നിട്ട് സന്തോഷമായിട്ട് വീട്ടിൽ പോവാം. Are you visited to the sanctuary or are you a resident in the sanctuary? 84-ാം സങ്കീർത്തനം എന്തോ അവിടെ വായിക്കുന്നത്, എൻ്റെ അപ്പൻ എഴുതിയ പാട്ടിനകത്തൊരു വരിയുണ്ട്, തന്നീർ നിന്നാലയത്തിൽ വസിപ്പോർ. ധന്യർ ആരാണ്? നിൻ്റെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ, സന്ദർശിക്കുന്നവരല്ല. ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം, വി ഹാവ് ബിക്കം വിസിറ്റേഴ്സ് ടു ദ സാങ്ച്വറി. നിങ്ങൾ ഞായറാഴ്ച ആരാധനയ്ക്ക് ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് പോകുന്നവരാണെങ്കിൽ അകത്തൊരിക്കലും ബലം കാണത്തില്ല. അവൻ്റെ സന്നിധിയിൽ നിരന്തരം വസിക്കുന്നവർ, അതിൻ്റെ അർത്ഥം ഇവിടെ വന്ന് താമസിക്കണമെന്നല്ല. നിങ്ങൾ
കിടക്കയും എടുത്തുകൊണ്ട് ഇവിടെ വന്ന് കിടക്കണമെന്നല്ല. നിങ്ങൾ നാളെ ജീവിക്കുന്നിടത്തും നടക്കുന്നിടത്തും പോകുന്നിടത്തും ഇടപെടുന്നിടത്തൊക്കെ ദൈവസാന്നിധ്യ ബോധത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത്. വീട്ടിലായാലും പുറത്താണെങ്കിലും ജോലിയിലാണെങ്കിലും അങ്ങനെയുള്ളവരകത്ത് ബലപ്പെട്ടുകൊണ്ടേയിരിക്കും അല്ലേ. പ്രാർത്ഥന പലർക്കും ഇറ്റ് ഹാസ് ബിക്കം എമർജൻസി ബേസ്ഡ്. ആവശ്യഘട്ടത്തിൽ ആവൽഘട്ടത്തിൽ മാത്രം ഉപയോഗിക്കുക. കാര്യം വന്ദേ ഭാരത് ട്രെയിനിനകത്ത് ഒരു കൊച്ചു ബട്ടനുണ്ട്, അതൊരു ഗ്ലാസ് ഒരു 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 ഇതിനെ കേസിനകത്താണ് വെച്ചിരിക്കുന്നത്. എന്നിട്ട് ഇപ്പുറത്തൊരു ചുറ്റികയും വെച്ചിട്ടുണ്ട്. എന്നിട്ട് അവിടെ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്, ബ്രേക്ക് ഇൻ കേസ് ഓഫ് എമർജൻസി. എമർജൻസിക്ക് ട്രെയിൻ നിർത്തണമെങ്കിൽ എന്ത് ചെയ്യണം? പെട്ടെന്ന് ഈ ഗ്ലാസ് പൊട്ടിച്ച് ഈ ബട്ടൺ അമക്കണം. ഇതുപോലെ ഈ പ്രാർത്ഥനയും നമുക്ക് എന്താണ്? എമർജൻസിക്ക് എന്ത് ചെയ്യണം? അമക്കാനുള്ളൊരു സ്വിച്ചാണ്. എമർജൻസി ബേസ്ഡ് അല്ല പ്രാർത്ഥന. ഇറ്റ് ഷുഡ് ബി റിലേഷൻഷിപ്പ് ബേസ്ഡ്. എൻ്റെ അപ്പനാ, എൻ്റെ ദൈവം എൻ്റെ അപ്പനാ. എൻ്റെ അബ്ബ പിതാവേ എന്ന് വിളിച്ചെല്ലാൻ എനിക്ക് സ്വാതന്ത്ര്യം, പുത്രത്വത്തിൻ്റെ ആത്മാവിനെ എനിക്ക് തന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്വാതന്ത്ര്യം ഞാൻ എൻ്റെ അപ്പനോട് പോയി കാര്യം പറയുന്നതാണ് പ്രാർത്ഥന. അങ്ങനെ പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട്? അങ്ങനെ പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട് പ്രിയപ്പെട്ട? അപ്പനോട് പോയി നിങ്ങൾ കാര്യം പറയാൻ നിങ്ങൾക്ക് ഒത്തിരി ഫോർമാലിറ്റി വേണോ? ആലോചിച്ച് നോക്കിയേ. അപ്പനോട് പോയി പിള്ളേർ നിന്ന് ഫീസ് കൊടുക്കണം. അപ്പനോട് പോയി പപ്പ ഇന്ന് ഫീസ് കൊടുക്കാം, ലാസ്റ്റ് ഡേറ്റാണ്, പപ്പ മറന്നോ ഇന്നാണേ എന്ന് നിങ്ങൾ എങ്ങനെയായിരിക്കും പറയണത്? ഇവിടെ പിള്ളേർ ആരും ഇല്ലല്ലേ. ഒരു ഉദാഹരണം പറയാൻ, പിള്ളേർ നിന്ന് എൻ്റെ എത്രയും പ്രിയപ്പെട്ട, എന്നെ ഇത്രയും സ്നേഹിക്കുന്ന എൻ്റെ അപ്പ, അങ്ങയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എൻ്റെ അപ്പൻ എന്തു നല്ല അപ്പനാകുന്നു. ഇന്ന് വരെയും എൻ്റെ അപ്പൻ എന്നെ കാത്തു. ഈ അപ്പൻ ഇനിയും എന്നെ കാക്കുമെന്ന് എനിക്കിന്ന് കൊടുക്കുവാനുള്ള ഫീസ് തരുമാറാകണമെന്ന് ഞാൻ താഴ്മയായി അപേക്ഷിക്കുന്നു എന്ന് ഏതെങ്കിലും ഒരു മോൻ ചെന്ന് അപ്പനോട് പറഞ്ഞിട്ടുണ്ടോ? പിന്നെന്തിനാ ഈ സ്വർഗത്തിലെ അപ്പനോട് നമ്മൾ ഈ ഷോയൊക്കെ കാണിക്കുന്നത്? മര്യാദയ്ക്കെന്ന് പറഞ്ഞാൽ പോരെ, എനിക്ക് ഫീസ് കൊടുക്കണം, കാശ് വേണം. അടുപ്പമുണ്ടെങ്കിൽ അങ്ങനെ ചോദിക്കാം, ഇല്ലെങ്കിൽ ഈ ഷോയൊക്കെ കാണിക്കും. ഇനി മേലാൽ ഈ ഷോ കാണിക്കുന്നൊരു ഓർത്തോണം, വേറും ഷോയാ, അകത്ത് അപ്പനുമായിട്ട് ബന്ധമില്ല. പീപ്പിൾ പ്രേ ഓൺലി ദർ ഇസ് എ ഡേഞ്ചർ. ഒരു അപകടം വരുമ്പം നമ്മളെല്ലാവരും പ്രാർത്ഥിക്കും. വെൻ ദർ ഇസ് എ ഫൈനാൻഷ്യൽ പ്രഷർ, പെട്ടെന്നൊരു സാമ്പത്തികമായിട്ടൊരു വലിയൊരു സമ്മർദ്ദത്തിലേക്ക് നമ്മൾ പോയാൽ പ്രാർത്ഥിക്കും. പെട്ടെന്നൊരു രോഗം കണ്ടുപിടിച്ചു, 4 സ്റ്റേജാണ് എന്ന് പറയുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കും. അല്ലെങ്കിൽ പെട്ടെന്നൊരു ഭയം വന്നാൽ അങ്ങ് പ്രാർത്ഥിക്കും. പക്ഷേ റിയൽ സ്പിരിച്വൽ സ്ട്രെങ്ത്, ശരിയായ ആത്മീയ ബലം എനിക്കുണ്ടാവുന്നത് ഇറ്റ്സ് ഓൺലി ബിൽഡ് ത്രൂ ഡെയിലി ഫെലോഷിപ്പ് വിത്ത് ഗോഡ്. നിരന്തരം അനുദിനം ദൈവത്തോടുള്ള കൂട്ടായ്മയിലൂടെ മാത്രമേ എനിക്ക് ആത്മീയമായി ബലം എനിക്ക് ലഭിക്കുകയുള്ളൂ. അതൊന്ന് വിശ്വസിക്കുന്നൊരു സ്തോത്രം പറയാമോ? അപ്പം ഇന്ന് നമുക്ക് നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യാൻ പ്രിയപ്പെട്ടവരെ. ലൂക്കോസ് 5:16 എന്താ പറയുന്നത്? ലൂക്കോസ് 5:16 പ്രാർത്ഥനയെ പറ്റി പറഞ്ഞപ്പോൾ അതും കൂടെ ഒന്ന് പറഞ്ഞേക്കാം. ലൂക്ക് 5:16 എന്താ പറയുന്നത്? യേശു അവനോ നിർജ്ജന പ്രദേശത്ത് വാങ്ങിപ്പോയി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ഇത് യേശുവിൻ്റെ കാര്യമാണ് അല്ലേ? യേശു കൂടെ എന്ത് ചെയ്യും? പെട്ടെന്ന് നാടൻ ഭാഷയിൽ പറഞ്ഞാൽ നിന്ന നിപ്പി മുങ്ങും. എങ്ങോട്ടാണ് യേശു മുങ്ങുന്നേ? പിതാവിനോട് പ്രാർത്ഥിക്കാനായിട്ട് മുങ്ങും. നിങ്ങളിതുപോലെ വല്ല നിന്ന നിപ്പി മുങ്ങുന്ന പാർട്ടികളുണ്ടോ? നമ്മൾ മുങ്ങാൻ വിദഗ്ധരാണ്, മുങ്ങൽ വിദഗ്ധരാണ് നമ്മൾ. പക്ഷെ പ്രാർത്ഥിക്കാൻ വേണ്ടി അല്ലല്ലോ നമ്മൾ മുങ്ങുന്നേ. അടുത്തത് മാർക്കോസ് 1:35 എന്താ പറയുന്നത്? മാർക്ക് 1:35. മാർക്കോസ് 1:35 രാവിലെ വെളുപ്പാങ്കാലത്ത് അതികാലത്ത് ഇരുട്ടോടെ അവൻ എഴുന്നേറ്റ് പുറപ്പെട്ട് ഒരു നിർജ്ജന സ്ഥലത്ത് ചെന്ന് പ്രാർത്ഥിച്ചു. ഇത്രയും അതികാലത്ത് ഇരുട്ടുള്ളപ്പോൾ തന്നെ വാങ്ങിപ്പോയി പ്രാർത്ഥിക്കേണ്ട ആവശ്യം യേശുവിനെന്താ? യേശു ആരാ? ദൈവമാണ്, ദൈവപുത്രനാണ്, എല്ലാ അധികാരവും നൽകപ്പെട്ടവനാണ്. പക്ഷെ എന്നിട്ടും അതികാലത്ത് വാങ്ങിപ്പോയി പിതാവിനോട് പോയിരുന്ന് സംസാരിക്കും. എന്തിനാ? അന്നത്തെ പകലത്തെ ഷെഡ്യൂളെല്ലാം ഇടുന്നത്. പിതാവ് പറയാത്ത ഒരു കാര്യവും പകൽ താൻ ചെയ്യത്തില്ല. പിതാവ് പറയാത്ത ഒരു വാക്കും തൻ്റെ വായിലില്ല അല്ലേ? പിതാവിൻ്റെ ഇഷ്ടം മാത്രമേ ചെയ്യത്തുള്ളൂ. ഇതെല്ലാം പോയി പിതാവിനോട് പോയി സംസാരിച്ചിട്ട് ആ പകൽ വന്ന് കാര്യങ്ങൾ ചെയ്യും. നമ്മളും ഇതുപോലെ പിതാവിനോട് സംസാരിച്ചിട്ടാണോ കാര്യങ്ങൾ ചെയ്യുന്നത്? ഡു വി ടോക്ക് ടു അവർ ഫാദർ? നിങ്ങളുടെ ഈ ലോകത്തിലെ പിതാവിനോട് ഒരുപക്ഷെ നിങ്ങൾക്ക് ഒരുപക്ഷെ അങ്ങനെ ഒരു ബന്ധം ഇല്ലായിരിക്കും, എനിക്കറിയാം. ചിലരെങ്കിലും പിതാക്കന്മാർ നിങ്ങളുടെ വീട്ടിൽ ഇല്ല, എനിക്കറിയാം. പക്ഷേ നെവർ കമ്പയർ യുവർ എർത്തലി ഫാദർ വിത്ത് ഹെവൻലി ഫാദർ. സ്വർഗത്തിലെ പിതാവിനെ നിങ്ങളുടെ വീട്ടിലെ അപ്പനുമായിട്ട് ഒരിക്കലും തുലനം ചെയ്യരുത്. കാര്യം ഒരുപക്ഷെ നിങ്ങളെ സ്നേഹിക്കാത്തൊരപ്പനായിരിക്കും നിങ്ങളുടെ വീട്ടിലുള്ളത്. നിങ്ങളോട് ഒരിക്കലും ഒരു സ്നേഹം പ്രകടിപ്പിക്കാത്ത അപ്പനായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഉണ്ടായിരുന്നത്. പക്ഷേ എൻ്റെ സ്വർഗത്തിലെ അപ്പൻ അങ്ങനല്ല. എൻ്റെ സ്വർഗത്തിലെ അപ്പൻ അങ്ങനല്ല.
അവൻ നിങ്ങൾ അടുത്ത് വരാൻ വേണ്ടി കാത്തിരിക്കുക. 2 കൈയും നീട്ടി, ഇല്ല, എന്നും മടങ്ങി വരും. അവൻ ദൂരത്ത് നിന്ന് അവനെ കണ്ടപ്പോൾ തിരിച്ചറിഞ്ഞ് ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് അവൻ്റെ കഴുത്ത് കെട്ടിപ്പിടിച്ച് ചുംബിച്ച ഒരപ്പനാണ് നമ്മുടെ അപ്പൻ. അങ്ങനെയുള്ളൊരപ്പൻ്റെ അടുത്തേക്കാണ് നമ്മൾ ചെല്ലുന്ന, പ്രിയപ്പെട്ടവരെ, അല്ലേ? അപ്പോൾ ഇവിടെ ക്രിസ്തുവിന്, എൻ്റെ കർത്താവിന്, ഇഫ് ഹി ഹാഡ് ടു പ്രയോറിറ്റൈസ് പ്രയർ ദാറ്റ് മച്ച് ഇൻ ഹിസ് ലൈഫ്, ഹൗ മച്ച് മോർ വി ഷുഡ് ബി പ്രയോറിറ്റൈസിങ് പ്രയർ ഇൻ അവർ ലൈഫ്. ക്രിസ്തുവിന് അത്രയും പ്രാധാന്യമായിരുന്നു പ്രാർത്ഥനയെങ്കിൽ എത്രയധികം നമുക്കും അത് പ്രാധാന്യമായിരിക്കണം. സ്പിരിച്വൽ സ്ട്രെങ്ത് ഡസ് നോട്ട് കം ആക്സിഡൻ്റലി. അത് പെട്ടെന്ന് ആക്സിഡൻ്റായിട്ടൊന്നും നമുക്ക് ആ ശക്തി കിട്ടത്തില്ല. ഇറ്റ് ഓൺലി ഗ്രോസ് ത്രൂ കൺസിസ്റ്റൻറ്റ് കമ്മ്യൂണിയൻ വിത്ത് ഗോഡ്. ദൈവത്തോട് നിരന്തരമുള്ള സമ്പർക്കത്തിലൂടെ ആശയവിനിമയത്തിലൂടെ മാത്രമേ നമുക്ക് ആത്മീയമായി ബലം ലഭിക്കുകയുള്ളൂ. ആത്മീയമായി നമുക്ക് ബലമില്ലാത്തൊരവസ്ഥയെങ്കിൽ അതിനൊറ്റ വഴി, 3 ദിവസം ഉപവസിച്ച് ഞാൻ വന്ന് കുറേ കൈയടിച്ചാൽ എനിക്ക് ബലം കിട്ടുമെന്ന് വെച്ചാൽ അതൊരു ഇമോഷണൽ ഹൈപ്പ് എന്നല്ലാതെ അതിനപ്പുറം ഇല്ല. സോറി ടു സേ, ഞാനൊരു ന്യൂജൻ ക്രിസ്ത്യാനിയും ന്യൂജൻ പാസ്റ്ററൊന്നും അല്ല, പ്രിയപ്പെട്ടവരെ. അനുഭവത്തിൽ നിന്നുകൂടെ ഞാനീ പറയുന്നത്. നമ്മളെ ആരോ അങ്ങനെ വഞ്ചിച്ചു വെച്ചു, ഒരു ഇമോഷണൽ ഹൈപ്പ് ഉണ്ടാക്കി തന്ന്, കുറേ ചാടി മറിഞ്ഞ്, കുറേ അന്യഭാഷയും പറഞ്ഞ്, കുറേ കൈയടിച്ച് ഒന്ന് ചാർജായി എന്ന്. അങ്ങനത്തെ ചാർജ് കൊണ്ട് ഒരു ഗുണമില്ല. ആ ചാർജ് ഇവിടുന്ന് പടിക്കെട്ടിറങ്ങി നിങ്ങൾ റോഡിൽ ചെല്ലുമ്പോഴത്തേക്ക് ആ ചാർജ് ഡിസ്ചാർജായി പോവും. നാളെ ഒരു ക്രൈസിസ് വരുമ്പം ഇവിടെ കൈയടിച്ചപ്പോൾ കിട്ടിയ ഊർജ്ജം കൊണ്ട് നിങ്ങൾക്ക് നാളത്തെ വെല്ലുവിളി നേരിടാൻ പറ്റത്തില്ല. നിരന്തരം കർത്താവിനോടുള്ള ആ ബന്ധത്തിൽ നിന്ന് മാത്രമേ എൻ്റെ അകം ബലപ്പെടുകയുള്ളൂ. അത് വിശ്വസിക്കുന്നതിൽ മാത്രം രാമൻ പറയുക. രണ്ടാമത്, the major reason, another major reason is the shallow knowledge of scripture. ദൈവവചനത്തിൽ ഉള്ള അറിവില്ലായ്മയാണ് അടുത്തൊരു വലിയ പ്രശ്നം. അപ്പോൾ നിങ്ങൾ എന്തൊക്കെയും ഇവിടെ വചനമൊക്കെ അത്യാവശ്യം, അതെ, ഇവിടുത്തെ കാര്യമല്ല പറയുന്നത്, മൊത്തത്തിൽ പൊതുവെ ഞാൻ കാണുന്നത് മെനി ക്രിസ്ത്യൻസ് ആർ സ്പിരിച്വലി വീക്ക് ബിക്കോസ് ദേ ആർ സ്പിരിച്വലി അല്ലെങ്കിൽ സ്ക്രിപ്ചറലി അണ്ടർഫെഡ്. അണ്ടർഫെഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആവശ്യമുള്ള ഭക്ഷണം കിട്ടി. ഇപ്പം നമ്മൾ മാൽ ന്യൂട്രീഷൻ എന്ന് പറയും, അല്ലെ? വേറൊരു വാക്കി പറഞ്ഞാൽ അനീമിക്കാണെന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ? കഴിക്കുന്നില്ലല്ലേ? വെള്ളം കുടിക്കണം, നല്ല പോഷകമുള്ള ആഹാരം കഴിക്കണം, ഭക്ഷണം കഴിക്കണം, അല്ലേ? ഞാൻ കുഞ്ഞുനാൾ തൊട്ട് ഇന്ന് വരെയും കേട്ടുകൊണ്ടിരിക്കുന്നൊരു വാക്ക്, പക്ഷേ വല്ലതും കഴിക്കണം. എന്തോ നമുക്ക് ഈ പുറമേ ഉള്ള മനുഷ്യനുള്ള ആഹാരം ഒരുപാട് കഴിക്കാനുള്ള ഒരു കൃപ ദൈവം എനിക്ക് തന്നിട്ടില്ല, അല്ലേ? അപ്പോൾ ഇതുപോലെ ഇത് പുറമേ കഴിക്കുന്ന ആഹാരമല്ല, അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണം? വി ഷുഡ് ബി ഫെഡ്. എന്താണ്? ദൈവവചനം നമ്മുടെ ഉള്ളിൽ വരണം, പ്രിയപ്പെട്ടവരെ, അല്ലേ? ഇന്ന് ഏറ്റവും വലിയ സങ്കടം, മെനി ക്രിസ്ത്യൻസ് ദേ ഡിപ്പെൻഡ് ഓൺലി ഓൺ സർമൻസ്. എന്താണ്? ഇപ്പോൾ പ്രത്യേകിച്ച് യൂട്യൂബ് കൂടെ ആയതുകൊണ്ട് ഇങ്ങനെ രാവിലെ തൊട്ട് രാത്രി വരെ എന്താണ് ഇങ്ങനെ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുക. ഒരാളുടെ പ്രസംഗം കഴിഞ്ഞ ഉടനെ അടുത്ത പ്രസംഗം. ഇങ്ങനെ ഡോണ്ട് ജസ്റ്റ് ഫീഡ് യുവർസെൽസ് ഓൺ സമ്മൺ സർമൺ. വേറൊരാളുടെ പ്രസംഗം കേട്ടല്ല നിങ്ങൾ ബലപ്പെടേണ്ടത്. പ്രസംഗങ്ങൾ അതിന് നിങ്ങളെ സഹായിക്കും ഒരു അർത്ഥത്തിൽ, ഒരളവിൽ വരെ, പക്ഷേ നോട്ട് ഫുള്ളി, പൂർണ്ണമായിട്ട് അങ്ങനെയല്ല. ഞാൻ പറയാൻ കാര്യം, ഞാൻ കഴിഞ്ഞ ആഴ്ച ഞാൻ പ്രസംഗിച്ചെടുത്ത് ഞാൻ ചർച്ചിൽ വളരെ കണ്ണീരോടെ പറഞ്ഞു, ദയവേത് നിങ്ങൾ ഈ യൂട്യൂബ് പ്രസംഗങ്ങളിൽ മാത്രം നിങ്ങളുടെ വിശ്വാസ ജീവിതവും നിങ്ങളുടെ ക്രിസ്തീയ ജീവിതവും അടിസ്ഥാനപ്പെടുത്തരുത്. കാര്യം നിങ്ങൾ കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ അവനിൽ നിന്ന് നിങ്ങൾ പ്രാപിക്കണം വചനം. യൂട്യൂബ് വഴിയല്ല വചനം പ്രാപിക്കേണ്ടത്, ഈ പുൽപ്പറ്റിയിൽ നിന്ന് മാത്രമല്ല, നിങ്ങൾ നേരിട്ട് പ്രാപിക്കണം. ഈ സാംപാസ്റ്ററിൻ്റെ വചനത്തിൽ മാത്രം എന്നോട്, അയ്യോ ഞങ്ങൾ പാസ്റ്ററിൻ്റെ പ്രസംഗം മാത്രമേ ഇപ്പം കേൾക്കൂ. എന്നോടിപ്പോൾ ഒത്തിരി പേര് UK ചെന്നപ്പോൾ എല്ലാവരും വന്നു, അയ്യോ പാസ്റ്ററെ ഞാൻ നേരിട്ട് കണ്ടപ്പോൾ ഞെട്ടിപ്പോയി, ഒരിക്കലും പ്രതീക്ഷിച്ചില്ല നേരിട്ട് കാണും. ഇതെന്തോ നമ്മൾ മോഹൻലാല അല്ല. ചിലർ വന്ന് സെൽഫി എടുക്കുന്നു, അവരുടെ ഒരു ആഗ്രഹമായിട്ട് എടുത്തോട്ടെ എന്ന് വിചാരിച്ചു. പക്ഷേ എൻ്റെ ഉള്ളിൽ എവിടെയോ ഒരു ദൈവമേ, ഈ മനുഷ്യരൊക്കെ ഞാൻ പറയുന്ന പ്രസംഗവും കേട്ടോണ്ടാണോ ജീവിക്കുന്നത്? ഈ യൂട്യൂബ് പ്രസംഗവും ഈ പറഞ്ഞ പുൽപ്പിട്ടി എന്നുള്ള പ്രസംഗം കൊണ്ട് മാത്രം നിങ്ങൾ അകത്ത് വളരത്തില്ല. നിങ്ങൾ ഈ പറഞ്ഞ പോലെ എന്ത് ചെയ്യണം? കട്ടിയായ ആഹാരം നിങ്ങൾ വാരി കഴിക്കണം. ആദ്യം പാലായിരിക്കും കുടിച്ചു തുടങ്ങുന്നത്. അപ്പോൾ ആരെങ്കിലും ചിലപ്പോൾ സ്പൂൺ ഫീഡ് ചെയ്തും കുപ്പിപ്പാലും ഒക്കെ തന്നിരിക്കും, കുഞ്ഞായിരിക്കും. പക്ഷേ ഇപ്പോഴും കുപ്പിപ്പാലാണെങ്കിൽ, ഇപ്പോഴും സ്പൂൺ ഫെഡ് ആണെങ്കിൽ സംതിങ് ഈസ് റോങ് വിത്ത് യു. പൗലോസ് ഒരു കൂട്ടരോട് പറയുക, കാലം കൊണ്ട് നോക്കിയാൽ നല്ല കട്ടിയായ ആഹാരം കഴിക്കാനുള്ള കാലമായി, പ്രായമായി, ഇപ്പോഴും നാണ്ടെ പാലിന് എന്തുവാ പറയുന്നത് മറ്റേ കുഞ്ഞു കുടിച്ച്? അല്ല, കുപ്പിപ്പാൽ അല്ല, അനന്ത്
ഞാൻ ടെക്നിക്കൽ പേരല്ല ഞാൻ ചോദിച്ചത്. ഞം ഞം എന്ന് പറയുന്ന പോലെ പാലിന് പറയുന്ന അതുപോലും മറന്നുപോയി. കുഞ്ഞുള്ള നിങ്ങളെങ്കിലും പറ. എന്തെങ്കിലും ഞാൻ എന്തിനാ അത് പറഞ്ഞതെന്നറിയുമോ? ഇന്നത്തെ വിശ്വാസികൾ ഈ ചേട്ടാ പിള്ളേരെ നമ്മൾ പറയത്തില്ലേ, മോനെ ഇത് വേണോന്ന് ചോദിക്കത്തില്ലേ? ഇല്ലേ, അങ്ങനെ ഒരു വാക്കില്ലേ? ദൈവമേ, ചിരിച്ചോ? എന്തിനാ ഞാൻ പറഞ്ഞത്? നമ്മൾ ഈ പാലും കുടിച്ച് ഈ യൂട്യൂബിലുള്ള പാലും കുടിച്ചിരുന്നാൽ പോരാ. നമ്മൾ നേരിട്ട് അവനവൻ ഒറ്റയ്ക്ക് ഈ വചനം കണ്ടെത്തി ഭക്ഷിച്ചോണം. അങ്ങനെ ഭക്ഷിക്കുന്ന ഭക്ഷണമേ എന്നെ ബലപ്പെടുത്തൂ. യൂട്യൂബ് ഭക്ഷണം കൊണ്ട് നിൽക്കരുത്. യൂട്യൂബ് ഞങ്ങളെ കേൾക്കുന്നതിനോട് പറയാം, യൂട്യൂബ് ഭക്ഷണം കൊണ്ട് മാത്രം തൃപ്തിപ്പെടരുത്. ചിലർക്ക് മോട്ടിവേഷണൽ കോട്ട്സ് എന്തെങ്കിലും രാവിലെ ഒരു വാ ദാറ്റ് എനിക്കൊന്ന് അയച്ചു തരണേ പെട്ടെന്ന്, എന്നിട്ട് അതിൽ 100 പേർക്ക് എന്ത് ചെയ്യും? ഫോർവേഡ് ചെയ്യും. അതുകൊണ്ടാണ് ജീവിക്കുന്നത്. ഡോണ്ട് ജസ്റ്റ് ഡിപ്പെൻഡ് ഓൺ റീൽസ് ആൻഡ് ഷോർട്സ്. എന്നോട് ചിലർ ഈ ഇടയ്ക്ക് പറയായിരുന്നു, പക്ഷേ ഈ വലിയ പ്രസംഗമൊന്നും വേണ്ട, പാസ്റ്റർ ഈ ഷോർട്സ് ഇല്ലേ അത് മതി. കഷ്ടം. 2 ബിസ്ക്കറ്റും കൊണ്ട് ഒരു ദിവസം മൊത്തം നിൽക്കാൻ പറ്റുമോ? ചിലർക്കത് മതി എന്നാണ് പറയുന്നത്. ഒന്നും കഴിക്കണ്ട, 2 ബിസ്ക്കറ്റ് മതി. രാവിലെ 1 ബിസ്ക്കറ്റ്, വൈകിട്ടൊരു ബിസ്ക്കറ്റ്. മോട്ടിവേഷണൽ കോട്ട്സ് അല്ല. ചിലർക്ക് ഷോർട്ട് ഓൺലൈൻ മെസ്സേജസ് മതി. അതൊന്നുമല്ല. അവനവൻ വേദപുസ്തകമായിട്ടിരുന്ന് അവനവൻ ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് അവനവൻ ഏറ്റെടുക്കണം. അതുമാത്രമേ അവനവനെ ബലപ്പെടുത്തൂ. പ്രിയപ്പെട്ടവരെ, ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ പറയാം. ദിസ് ഈസ് ഡേഞ്ചറസ്. വൈ? ബിക്കോസ് സ്പിരിച്വൽ മെച്യൂരിറ്റി കനോട്ട് സർവൈവ് ഓൺ ബോറോഡ് റെവലേഷൻ അലോൺ. ബോറോഡ് റെവലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കടം മേടിച്ച വെളിപ്പാട്. കടം മേടിച്ച വെളിപ്പാടിൽ നിങ്ങൾക്ക് ആത്മീയമായിട്ട് വളരാൻ കഴിയത്തില്ല. ഒരു ദൈവമനുഷ്യന് അയാൾക്ക് ദൈവം കിട്ടിയ വെളിപ്പാടായിരിക്കും. അയാൾക്ക് കിട്ടിയ വെളിപ്പാട് നിങ്ങൾ കടം മേടിച്ച് അതിൽ നിങ്ങൾ ജീവിക്കരുത്. കാര്യം മനസ്സിലായോ? ആ ദൈവദാസൻ അയാൾ ദൈവത്തിൽ നിന്ന് മേടിച്ച് അയാൾ കഴിച്ചു. നിങ്ങൾ അതിൽ ചെന്ന് എന്താ പങ്ക് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ ദൈവത്തിൽ നിന്ന് നേരിട്ട് മേടിച്ച് കഴിക്കണം. ഒട്ടും പ്രതീക്ഷിച്ചില്ലല്ലേ ഇത്ര കട്ടിക്ക് വരുമെന്ന്. എന്തായാലും UK പോയിട്ട് ഗുണമുണ്ട്. അവിടെ വെച്ചാൽ എനിക്ക് ഈ ആശയം ദൈവം തന്നത്. മോനെ, പീപ്പിൾ ആർ ഡിപ്പെൻഡിങ്, ദേ ആർ ബോറോയിങ് ഓൺ യുവർ റിവലേഷൻ. ദേ ആർ ട്രൈങ് ടു ലിവ് ദിസ് സ്പിരിച്വൽ ലൈഫ് ഓൺ യുവർ വേർഡ്. നോ, ദേ ഷുഡ് കം. അവർ പൊട്ടക്കിണറുകളെ വിട്ടിട്ട് ജീവൻ്റെ ഉറവിലേക്ക് വന്ന് എന്നിൽ നിന്ന് അവർ കുടിക്കണം. അവിടെ ഡോണ്ട് ഡിപ്പെൻഡ് ഓൺ preachers, don't depend on even pastors, don't depend on even online messages, don't depend on so-called spiritual celebrities. Depend on the word of God and be fed with the word of God. എത്ര പേര് അതിനൊരു ആമേൻ പറയും? കാര്യം ഹോശയ 4:6 എന്താ പറയുന്ന? ഹോശയ 4:6, മൈ പീപ്പിൾ ആർ ഡിസ്ട്രോയിഡ് ഫോർ ലാക്ക് ഓഫ് നോളജ്. എൻ്റെ ജനം പരിജ്ഞാനം ഇല്ലാത്തതുകൊണ്ട് നശിച്ചു പോകുന്നു എന്നാണ്. പക്ഷേ അവിടെ ലാക്ക് ഓഫ് നോളജ്. ഈ നോളജ് എന്ന് പറഞ്ഞത് ഇതിലുള്ള അറിവല്ല, ദൈവത്തെക്കുറിച്ചുള്ള അത് അങ്ങനെ പറയുമ്പോഴും തിയോളജി ഒത്തിരി വേണം. അതല്ല, സംതിങ് യു റിസീവ് ഫ്രം ഗോഡ് ഡയറക്റ്റ്. അതില്ലെങ്കിൽ നമ്മൾ നശിച്ചു പോകും അല്ലേ? ഇന്ന് ജനം നശിച്ചു പോകുന്നത് സാത്താൻ ശക്തിമാനായതുകൊണ്ടല്ല. അങ്ങനല്ല എഴുതിയിരിക്കുന്നത്. പരിജ്ഞാനമില്ലായ്കയാൽ എൻ്റെ ജനം നശിച്ചു പോകുന്നു. അതെ, നോയിങ് ദ വേർഡ് ഓഫ് ഗോഡ് ഡീപ്ലി. വചനം ആഴത്തിൽ, വചനത്തിലുള്ള അറിവ് നമുക്ക് ഇല്ല. ഇനി വചനത്തിൽ എനിക്ക് അറിവില്ലെങ്കിൽ നടക്കാൻ പോകുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. ട്രയൽസ് ബിക്കം ഹെവിയർ. എൻ്റെ പരീക്ഷകൾ വളരെ കട്ടിയുള്ളതായിരിക്കും. സഹിക്കാൻ പറ്റാത്ത തരത്തിലുള്ള പരീക്ഷകളായിരിക്കും നിങ്ങൾക്ക്. ഫിയർ ബിക്കം സ്ട്രോങ്ങർ. നിങ്ങൾക്ക് വരുന്ന ഭയം വളരെ ശക്തിയുള്ള ഭയമായിരിക്കും. കൺഫ്യൂഷൻ ഇൻക്രീസ്. നിങ്ങൾക്കിപ്പോൾ മൊത്തം കൺഫ്യൂഷനാണ്. ഞാനിപ്പോൾ വിശ്വാസികളിൽ കാണുന്നൊരു വലിയ സത്യം, നിങ്ങളുടെ ഇടയിൽ ഞാൻ ഒത്തിരി കാണുന്നില്ല, പക്ഷെ പൊതുവേ ഞാൻ സഞ്ചരിക്കുമ്പോൾ എന്നോട് ചിലർ വന്ന് രഹസ്യമായിട്ട് ചില സംശയങ്ങളും ചോദ്യങ്ങളൊക്കെ ചോദിക്കും. ഞാൻ തന്നെ ഞെട്ടിപ്പോന്നു. എന്താണെന്നറിയാമോ? യേശു ദൈവോത്തരം തന്നെയാണോ? സ്വർഗം ഉണ്ടെന്ന് പാസ്റ്റർ വിശ്വസിക്കുന്നുണ്ടോ? ഇതൊക്കെ എന്നോട് നല്ല അന്യഭാഷയിൽ കൈയടിച്ച് ഇത്രയും നേരം ആരാധിച്ച ആൾ ഇങ്ങോട്ട് മാറി എനിക്കൊന്ന് സംസാരിക്കാമോ? സ്വർഗം ഉണ്ടെന്ന് പാസ്റ്റർ വിശ്വസിക്കുന്നുണ്ടോ? അങ്ങനെ ഒരു സ്ഥലം ഉണ്ടോ? അപ്പോൾ എന്തുവായിരുന്നു ഇത്രയും നേരം കിടന്ന് കൈയടിച്ച് ആരാധിച്ചത്? ഞാൻ വേദനയോടെ പറയാം പ്രിയപ്പെട്ടവരെ, കർത്താവ് വരും എന്ന് വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നവരുണ്ട് വിശ്വാസികളുടെ ഇടയിൽ. വൈ? കൺഫ്യൂഷൻ ഈസ് ഇൻക്രീസിങ്.
അല്ലേ? കലക്കം കൂടിക്കൂടി വരിക പ്രിയപ്പെട്ടവരെ. കാര്യം എൻ്റെ ലാസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇപ്പം പറയാം. ബിക്കോസ് സ്പിരിച്വൽ സ്ട്രെങ്ത് ഈസ് കണക്റ്റഡ് ടു സ്പിരിച്വൽ അണ്ടർസ്റ്റാൻഡിങ്. ആത്മീക ബലമെന്ന് പറയുന്നത് ആത്മീയമായി ദൈവത്തിൽ നിന്നുള്ള അറിവിനോട് ബന്ധപ്പെട്ടിരിക്കുന്നു. എത്രത്തോളം ദൈവത്തെ തൻ്റെ വചനത്തിലൂടെ നിങ്ങൾ അറിയുന്നുവോ, നേരിട്ട് വ്യക്തിപരമായി അറിയുന്നുവോ, അത്രത്തോളം അകത്തു ബലമുണ്ടായിരിക്കും. വല്ലവരും ദൈവത്തെ അറിഞ്ഞ അറിവുകൊണ്ട് നിങ്ങൾ ജീവിക്കരുത്. നിങ്ങൾ ദൈവത്തെ തൻ്റെ വചനത്തിലൂടെ അറിയണം. അവൻ്റെ വചനം നിങ്ങൾ ഭക്ഷിക്കണം. നിങ്ങൾ ഭക്ഷിക്കുമ്പോൾ നിങ്ങൾക്കകത്ത് ബലം വരും. വല്ലവരും നിങ്ങൾക്ക് വേണ്ടി ഭക്ഷിച്ചിട്ട് കാര്യമില്ല. പ്രത്യേകിച്ച് ഈ ഭർത്താക്കന്മാർ പൊതുവേ ഇച്ചിരി കുഴപ്പന്മാരാണ്, ഞാനുൾപ്പെടെ. ഈ ഭർത്താക്കന്മാർ പലരും രക്ഷപ്പെടുന്നത്, എൻ്റെ ഭാര്യ നല്ല പ്രാർത്ഥിക്കുന്നവളാണ്, അവൾ വേദോസ്തം വായിക്കും, അവൾ രാവിലെയും വേണ്ടി പിള്ളേരെയൊക്കെ ഇരുത്തി പ്രാർത്ഥിക്കും. പിന്നെ അവളുടെ ഒരു പ്രാർത്ഥന കൊണ്ട് മാത്രമാണ് ഞാൻ ഇതുവരെ പിടിച്ചു നിന്നത്. ഇതുവരെ പിടിച്ചു നിന്നത് പോട്ട് ഭർത്താക്കന്മാരെ ഡോണ്ട് ലിവ് ഓൺ ദെയർ റെവലേഷൻ. അതും ബോറോഡാ അല്ല, അതും കടം മേടിച്ച ഭാര്യയുടെ വെളിപ്പാടിലല്ല ജീവിക്കേണ്ടത്. നമ്മൾ ഈ പറഞ്ഞ പോലെ ദൈവത്തിൽ നേരിട്ട് പ്രാപിച്ചോണം പ്രിയപ്പെട്ടവരെ. 2 കാരണം പറഞ്ഞു. എന്തായിരുന്നു? ഇൻകൺസിസ്റ്റൻറ്റ്, ലാക്ക് ഓഫ് ഇൻറ്റിമസി വിത്ത് ഗോഡ്. നമ്പർ 2, ലാക്ക് ഓഫ് സ്ക്രിപ്ചർ അല്ലെങ്കിൽ നോളജ്, അല്ലേ? അണ്ടർഫെഡ്. വി ആർ അണ്ടർഫെഡ്. ദൈവവചനം ഇന്ന് പലയിടത്തും ഞാൻ വേദനയോടെ പറയുക, ഞാൻ ആരെയും കുറ്റപ്പെടുത്താനോ വിധിക്കാനോ ആരുമല്ല. അനേകർക്ക് സത്യം പറഞ്ഞാൽ വചനത്തോടൊരു ദാഹമുണ്ട്. പക്ഷേ വചനം ദാഹിച്ച് വചനത്തിനുള്ള വിശപ്പോടുകൂടി ഒരിടത്ത് പോയി ഇരിക്കുമ്പം അവിടെ വചനത്തിന് പകരം ഒരു 2 മണിക്കൂർ ഒരു ആരാധനയുണ്ടെങ്കിൽ 1.25 മണിക്കൂറും അവരെ ഇങ്ങനെ സ്പ്രിങ്ങിൽ അങ്ങ് നിർത്തും. അപ്പോൾ ഈ സ്പ്രിങ്ങിൽ നിൽക്കുമ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ജഡത്തിനത് വലിയൊരു ഇന്നത്തെ എന്തുമായിരുന്നു, പക്ഷെ എന്തുവാ കിട്ടിയത്? അപ്പോൾ ഭയങ്കരമായിട്ട് ഞാൻ ശക്തിപ്പെട്ടു ബലപ്പെട്ടു എന്നൊക്കെ പറയും. പക്ഷേ ആ ശക്തിപ്പെടലും ബലപ്പെടലും ഒക്കെ എൻ്റെ ഇമോഷൻസിലായിരുന്നു കൂടുതലും. ചിലർക്കാണെങ്കിൽ ഇൻ്റലക്ച്വലി കുറേ അറിവ് കിട്ടി. ഇതൊന്നും മോശമല്ല, ഇതൊക്കെ വേണം. നമ്മൾ ഇമോഷണൽ ബീയിങ്സുമാണ്, ഇൻ്റലക്ച്വൽ ബീയിങ്സുമാണ്, അല്ലേ? നമ്മൾ ഹ്യൂമൻ ബീയിങ്സാണ്. പക്ഷേ നമ്മുടെ അകത്തെ സ്പിരിറ്റ് ബീയിങ്, എൻ്റെ ആത്മാവിനെന്ത് കിട്ടി, എൻ്റെ അകത്തെ മനുഷ്യനെന്ത് കിട്ടി, എൻ്റെ ജഡത്തിനെന്ത് കിട്ടി എന്നുള്ളതല്ല. ജഡത്തിനും വേണം, പക്ഷേ എൻ്റെ ജഡത്തിന് കിട്ടി അവിടെ കൊണ്ട് അങ്ങ് സമാനിക്കരുത്. അകത്തോട്ട് എൻ്റെ ആത്മാവിന് ഐ ഷുഡ് ബി ഫെഡ് ഇൻ മൈ സ്പിരിറ്റ്. എൻ്റെ ആത്മാവിന് എൻ്റെ ആത്മാവിന് ഒറ്റ താല്പര്യമുള്ളൂ, ആത്മാവാൻ ദൈവത്തെ ആരാധിക്കുക, അതിന് പരിശുദ്ധാത്മാവിൻ്റെ സഹായം തേടുക. എൻ്റെ ആത്മാവിന് ഈ ലോകത്തിലുള്ള ഒരു കാര്യത്തിലോടും താല്പര്യമില്ല. അതെൻ്റെ ജഡത്തിനാണ്. ഈ ശരീരത്തിൽ ജീവിക്കുന്നുണ്ട്. ഈ ശരീരത്തിനും എൻ്റെ മനസ്സും എൻ്റെ വികാരവും എൻ്റെ വില്ലും എല്ലാം കൂടെ ചേർത്ത് അത് ലോകമായിട്ട് ഒത്തിരി കണക്റ്റഡാണ്. ഈ ലോകം ഒത്തിരി പ്രലോഭിക്കുകയും ചെയ്യും. എൻ്റെ കണ്ണുകൊണ്ട് പല കാണുന്നതെല്ലാം എനിക്ക് വേണം, എൻ്റെ ജഡത്തിന് ഇഷ്ടമുള്ള എല്ലാം വേണം, അല്ല ഞാൻ ആരാണെന്നുള്ള അഹങ്കാരം എനിക്കുണ്ട്. അതൊക്കെ ഈ ലോകത്തിൻ്റെ കാര്യമാണ്. പക്ഷേ ആത്മീകൻ അതൊന്നുമല്ല. അവിടെയാണ് ഈ ജഡത്തിൻ്റെ പ്രവൃത്തികളെ ഞാൻ എന്ത് ചെയ്യണം? മരിപ്പിച്ചുകൊണ്ട് ആത്മാവിൽ വേണം ഞാൻ ജീവിക്കാൻ. ഇനിയുള്ള സഭ അങ്ങനെയുള്ള ആത്മീയരെ കൊണ്ട് നിറഞ്ഞില്ലെങ്കിൽ ജഡികരെ കൊണ്ട് സഭ നിറഞ്ഞു വരിക. സോഷ്യൽ മീഡിയ മാത്രം എടുത്തൊന്ന് ഓടിച്ചു നോക്കിയാൽ മതി, ജഡികരെ കൊണ്ട് സഭകൾ നിറഞ്ഞുകൊണ്ടിരിക്കുക. ഞാനും നിങ്ങളും അങ്ങനെയുള്ള ജഡികനാകുവാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ഓൺലൈനിൽ ഞങ്ങളെ കേൾക്കുന്നവരോടും പറയട്ടെ, ജഡികരായിരിക്കുവാനല്ല, ആത്മീയരായിരിക്കുവാനാണ്. ഹെവൻ ഈസ് എ പ്രിപ്പയർഡ് പ്ലേസ് ഫോർ പ്രിപ്പയർഡ് പീപ്പിൾ. സ്വർഗം ഒരു ഒരുക്കപ്പെടുന്ന സ്ഥലമാണ്. ആർക്ക് വേണ്ടി? ഒരുങ്ങപ്പെടുന്നവർക്ക് വേണ്ടി, തങ്ങളെ തന്നെ ഒരുക്കുന്നവർക്ക് വേണ്ടി. പിതാവിൻ്റെ അടുത്ത് പോയി പുത്രൻ സ്ഥലം ഒരുക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെയാണെങ്കിൽ കർത്താവ് നമുക്ക് വേണ്ടി ഒരു സ്ഥലം ഒരുക്കുന്നു. പക്ഷേ ആ സ്ഥലത്ത് എല്ലാ ക്രിസ്ത്യാനികളുടെ കൂടെ കൊണ്ടുപോകത്തില്ല, എല്ലാ പെന്തിക്കോസ്താരെയും കൊണ്ടുപോകാൻ പോകുന്നില്ല. ഒരുക്കപ്പെട്ടിരിക്കുന്നവർ മാത്രമേ അവിടെ ചെന്നെത്തൂ. എങ്ങനെ ഒരുക്കപ്പെടണം? ദൈവത്തോടുള്ള ബന്ധത്തിൽ. 2, ദൈവവചനം കണ്ടെത്തി ഭക്ഷിച്ച് ഈ വചനം ധ്യാനിച്ച് ഈ വചനം അനുസരിച്ച് മുന്നോട്ട് പോകണം. ഇതിൻ്റെ ബാക്കി ഭാഗം കർത്താവിനെ വെച്ചാൽ നമുക്ക് അടുത്ത ആഴ്ച നമുക്ക് ചിന്തിക്കാം. കണ്ണടച്ചാട്ട് എല്ലാവരും നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞാൻ ആത്മീയമായി എത്രമാത്രം ബലമുള്ളവനെന്ന് കർത്താവെ എന്നെ ഒന്ന് പരിശോധിക്കുവാൻ നീ തരുന്ന അവസരത്തിനായിട്ട് സ്തോത്രം. പുറമെ എല്ലാം നന്നായിരിക്കുന്നു, പുറമെ ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, പക്ഷേ അകമേ ഞാൻ പലപ്പോഴും ക്ഷീണിതനാണ്. ഒരു പ്രയാസം വരുമ്പോൾ ഞാൻ വീണു പോകുന്നു, ഒരു ഭയം വരുമ്പോൾ ഞാൻ ഭയപ്പെട്ടു പോകുന്നു, ഒരു കലക്കം വരുമ്പോൾ ഞാൻ കലങ്ങിപ്പോകുന്നു, ഒരു പ്രലോഭനം വരുമ്പോൾ ഞാൻ അതിൽ വീണു പോകുന്നപ്പാ.
എന്നോട് ക്ഷമിക്കണമേ കർത്താവേ. വചനം പറഞ്ഞ ഞാനും വചനം കേട്ട എൻ്റെ സഹോദരങ്ങൾ ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ സന്നിധിയിൽ വന്ന് അങ്ങയോട് ചേർന്നിരുന്ന് അങ്ങയുടെ ഹൃദയം കർത്താവെ ഞങ്ങൾ മനസ്സിലാക്കി അങ്ങയുടെ വചനം കർത്താവെ കണ്ടെത്തി ഭക്ഷിച്ച് അങ്ങയിൽ നിന്നുള്ള വെളിപ്പാട് കൊണ്ട് ഞങ്ങൾ ഓരോ ദിവസവും ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഹെൽപ്പ് us to learn our Christian lives, Lord. Help us to walk our Christian lives by the revelation you give us, Lord, not by borrowed revelation. കർത്താവെ കടം മേടിച്ച വെളിപ്പാടിൽ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റത്തില്ല. ഞങ്ങൾ കർത്താവെ ഞങ്ങൾക്ക് അങ്ങ് വെളിപ്പെടുത്തി തന്നിരിക്കുന്നത് ആ വെളിപ്പാടിൽ ഞങ്ങൾ ജീവിക്കണം കർത്താവെ. അതിനായി ഞങ്ങളെല്ലാം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന ഇട്ടിരിക്കാൻ സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ. ഇന്നത്തെ ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നു എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. ഇതുപോലെയുള്ള അനുഗ്രഹിക്കപ്പെട്ട സന്ദേശങ്ങൾ തുടർന്നും കേൾക്കുവാൻ ദയവായി ഞങ്ങളുടെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിലൂടെ ഇതുപോലെയുള്ള അനുഗ്രഹീതമായ സന്ദേശങ്ങൾ, ബൈബിൾ പഠനങ്ങൾ, നിങ്ങളെ പ്രചോദിപ്പിക്കുന്ന, ഉത്സാഹിപ്പിക്കുന്ന സാക്ഷ്യങ്ങൾ എന്നിവ കേൾക്കുവാൻ നിങ്ങൾക്കിടയായിത്തീരും. അതിലൂടെ നമ്മുടെ രക്ഷിതാവും കർത്താവും വീണ്ടെടുപ്പുകാരനുമായ യേശു കർത്താവുമായിട്ടുള്ള ദൃഢമായ ബന്ധത്തിൽ വളരുവാൻ അത് കാരണമായി തീരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.